ഇന്നത്തെ വചന കേൾവിക്കായിട്ട് നമുക്ക് ശ്രദ്ധ വെക്കാം. ബ്രദർ പി ജി വർഗീസിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് എന്നെ ഉപയോഗിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ സന്ദേശം ഇവിടെ ആരംഭിക്കുന്നു. ഫെയ്ത്ത് ടുഡേ. എന്താണ് ഫെയ്ത്ത് ടുഡേ? നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, വിശ്വാസത്തോടൊപ്പം തന്നെ വിശുദ്ധിയും വർദ്ധിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കണം. യേശുവിൻ്റെ കൂടെ നാം നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട്. കത്തോലിക്കരുണ്ട്, ഓർത്തഡോക്സുകാരുണ്ട്, പെന്തിക്കോസുകാരുണ്ട്, ബ്രദറുകാരുണ്ട്, മർത്തോമാക്കാരുണ്ട്, CSIക്കാരുണ്ട്, ലൂതറൻകാരുണ്ട്, നോൺ ക്രിസ്ത്യൻസ് ഉണ്ട്. സകലർക്കും കൂടെ ഒന്നിച്ച് നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കാം. 60 മിനിറ്റ്, 4 ഭാഗം. ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. നല്ല ഒരു പ്രാർത്ഥന, നല്ല ഒരു പാട്ട്. കുഞ്ഞുങ്ങൾ നല്ലതുപോലെ പാടി. ഞാൻ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്കും പാടിക്കൂടായോ? പാടി റെക്കോർഡ് ചെയ്തിട്ട് അയച്ചെന്നാട്ടെ ഞങ്ങൾ ഇവിടെ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ ഭാഗം ഒരു 4 ഭാഗങ്ങളാണ്. രണ്ടാമത്തെ ഭാഗം ഒരു കോട്ടബിൾ കോട്ട്, ഉദ്ധരിക്കാൻ കൊള്ളാവുന്ന ഒരു ഉദ്ധരണി. പറഞ്ഞത് ആർതർ വാലിഷ്, ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന ഒരു മഹാനായ വേദപണ്ഡിതനാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഗോഡ് ഈസ് നോട്ട് മിയർലി കൺസേൺഡ് വിത്ത് വാട്ട് വി ഡു, ബട്ട് വൈ വി ഡു ഇറ്റ്. A right act may be robbed of all its value in the sight of God if it is done with a wrong motive. മലയാളത്തിൽ പറഞ്ഞാൽ, നാം എന്തു ചെയ്യുന്നു എന്നതിലുപരി നാം എന്തിനാണ് അത് ചെയ്യുന്നത് എന്നാണ് ദൈവം നോക്കുന്നത്. തെറ്റായ ഒരു ഉദ്ദേശത്തോടുകൂടെ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ മൂല്യം, മഹാത്മ്യം ദൈവത്തിന്റെ നോട്ടത്തിൽ മൂല്യശൂന്യതയായി ഭവിക്കാം. റോങ് മോട്ടീവ്. അതുകൊണ്ട് കറക്റ്റ് മോട്ടീവോട് നമുക്ക് ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എൻ്റെ വിഷയം മധ്യസ്ഥ പ്രാർത്ഥന. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. നല്ല ഒരു ഉദാഹരണം, 4-5 ഉദാഹരണങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നല്ലൊരു ഉദാഹരണം, വേദവാക്യം വായിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിനെ ചതിച്ചിട്ട് ലോത്ത് പോയി. ചതിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചതിച്ചു. ലോത്ത് പണക്കാരനായത് അബ്രഹാം മുഖാന്തരമാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹം ലോത്തിനൂടെ കിട്ടിയതാണ്. പക്ഷേ ഭാഗം തിരിച്ചെടുക്കാൻ നേരം, ദേശം തിരിച്ചെടുക്കാൻ നേരം അവൻ അബ്രഹാമിന് വെറും മൊട്ടക്കുന്നും പാറക്കുന്നും മാത്രം കൊടുത്തു കഴിഞ്ഞും വെച്ച് നല്ല പ്രദേശമെല്ലാം, നീരോട്ടമുള്ള പ്രദേശമെല്ലാം അവനെടുത്ത് പോയി. ചതിച്ച മനുഷ്യൻ. ഞാൻ ചോദിക്കുകയാണ്, ഇത് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു സഹോദരൻ നമ്മുടെ വീതം കൂടെ അടിച്ചുകൊണ്ട് പോയാൽ, നമ്മൾ അയച്ചു കൊടുത്ത രൂപ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ സഭ 2 എടുത്തു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ദോഷം ചെയ്താൽ ആളിനു വേണ്ടി ശപിക്കാനല്ലേ തോന്നുന്നത്? കർത്താവെ ഒന്ന് ഉരയ്ക്കണമേ. ഒരിക്കലും ഒരു സഹോദരി കേൾക്കത്തില്ല, അവരുടെ ആരും കേൾക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് പറഞ്ഞു, ബ്രദറിൻ്റെ അടുത്ത മീറ്റിംഗ് ഞാനാണ് സ്പോൺസർ ചെയ്യുന്നത്. ബ്രദർ പ്രസംഗിക്കുമ്പോൾ ഒന്ന് തറപ്പിച്ച് പറയണം. ഞാൻ MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്, പഴയ കാലത്ത് MSc പഠിക്കുന്ന പറഞ്ഞാലൊക്കെ വലിയ പണമുള്ളവരും കുടുംബത്തിലുള്ളവരുമാണ്. ഞാൻ MSc പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരി, ഒരു പെൺകുട്ടി എന്നെപ്പറ്റി അപവാദം പറഞ്ഞ് എൻ്റെ പഠിത്തം നിർത്തി. വീട്ടുകാർ പിന്നെ ഇവിടത്തില്ല, പഴയ കാലത്ത് അങ്ങനെയാണ്, പഠിത്തം നിന്നു. അതുകൊണ്ട് ബ്രദർ ഒന്ന് ഉരച്ച് പ്രസംഗിച്ചേക്കണം. ഞാൻ പറഞ്ഞില്ല, അവരെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. അബ്രഹാമിന് ഞാൻ പഠിച്ച കാര്യമാണ്. ദോഷം ചെയ്യുന്നവർക്കും സമയമെടുത്ത് പ്രാർത്ഥിച്ചു. അബ്രഹാം അറിഞ്ഞു. അബ്രഹാം 3 പേര് ആഹാരം കഴിക്കാനായിട്ട് വന്നു. ആഹാരം കഴിക്കാൻ വന്നതല്ല, അബ്രഹാം വിളിച്ചിരുത്തി ആഹാരം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ദൈവം നടന്നു പോയപ്പോൾ പറഞ്ഞു, ഞാൻ സത്യം പറയാം, നിന്റെ അനന്തരവൻ ലോത്ത് താമസിക്കുന്ന ആ സ്ഥലം ഞാൻ നശിപ്പിക്കാൻ പോവാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ ഇത് നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ഉദ്ദേശം അതാണ്. കൊടുത്താൽ കാണാം. പക്ഷെ അന്നേരം അബ്രഹാമിൻ്റെ ഒരു ചിന്ത, എൻ്റെ അനന്തരവൻ നശിക്കാൻ പാടില്ല. അവൻ്റെ ചോദ്യം ചോദിച്ചു, ദൈവമേ, അവിടെ 50 പേരുണ്ടെങ്കിലോ നീതിമാന്മാർ നശിപ്പിക്കത്തില്ല, 45 ആയാലോ നശിപ്പിക്കത്തില്ല, 40 പേരുണ്ടെങ്കിലോ നശിപ്പിക്കത്തില്ല, 30 പേർ എത്ര മണിക്കൂർ എടുക്കുന്നു? 10 പേരെ വരെ വന്നു. കുറഞ്ഞത് 1 മണിക്കൂർ എടുത്ത് കാണും. മധ്യസ്ഥ പ്രാർത്ഥന, നീട്ടിയുള്ള പ്രാർത്ഥന. നമ്മുടെ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ അവനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു വിടുന്നതല്ല, സമയമെടുത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ. കർത്താവ് അദ്ദേഹത്തെ അനുഗ്രഹിക്കണം, അദ്ദേഹത്തെ ഭാര്യ അനുഗ്രഹിക്കണം, അദ്ദേഹത്തെ ഭർത്താവിനെ അനുഗ്രഹിക്കണം, അവരുടെ മക്കളെ അനുഗ്രഹിക്കണം. മൂത്ത മോൾ ഡോക്ടറാവട്ടെ, രണ്ടാമത്തുള്ള IAS ആയിത്തരട്ടെ, സഭയിൽ കർത്താവെ കൂട്ടമായിട്ട് സ്നാനം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയായി. അല്ലാത്ത പ്രാർത്ഥന ചുമ്മാതെ അധരചർവണം മാത്രമേ ഉള്ളൂ. അത് വീടിൻ്റെ റൂഫിൽ പോയി തട്ടിയിട്ടിങ്ങ് തിരികെ വരും.
അബ്രഹാം സമയമെടുത്ത് പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ ഒരു ചോദ്യം, എന്തുകൊണ്ടായി 10-നകത്ത് വന്നപ്പോൾ നിർത്തിക്കളഞ്ഞ്? അബ്രഹാം വിചാരിച്ചു, എൻ്റെ അനന്തരവനല്ലേ, അവനോട് പോയിടത്ത് തീർച്ചയായിട്ടും 10 പേരെങ്കിലും ഉണ്ട്. അവന് ഇടയന്മാരുണ്ട്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ച് വിശ്വാസികളെ ഉണ്ടാക്കാൻ നോക്കണം. എങ്ങനെ? സുവിശേഷം പറഞ്ഞ്, രോഗികൾക്കായിട്ട് പ്രാർത്ഥിച്ച്, പുസ്തകങ്ങൾ കൊടുത്ത്, ഏതെങ്കിലും ഒരു സിനിമ കാണിച്ച്, ഏതെങ്കിലും ഒരു വിധത്തിൽ കുറച്ചു പേരെ നേടുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. 10-നകത്ത് നിർത്തിയത് അവിടെ 10 പേര് കാണും. ഉറപ്പായി കഴിഞ്ഞപ്പോഴും പ്രാർത്ഥന നിർത്തി. അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഇത് വേറൊരാളിനെ നമ്മൾ ശ്രദ്ധിക്കാൻ പോവാണ്, മോശ. ഒരു ലീഡറിന്റെ ജനനം, മോശ ജനിച്ചതുപോലും ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതുകൊണ്ടാണ് ശൈശവത്തിൽ തന്നെ അവനെ നോക്കിയത്. ഒരു ലീഡറിന്റെ ജനനം നിത്യതയുടെ പദ്ധതിയാണ്, ദൈവത്തിന്റെ പ്രീ പ്ലാനാണ്. എല്ലാ വിശ്വാസികളും ജനിക്കുന്നത് എന്തോ ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് അങ്ങനെ പറയാനൊക്കെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു ലീഡറിന്റെ ജനനം അമ്മയുടെ ഉദരത്തിനകത്ത് ജനിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ലീഡറിന്റെ ജനനം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് അവനെ പറ്റി ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ദാവീദ്, പൗലോസ്, ദൈവം മോശയ്ക്ക് 40 വർഷം കൊടുത്തു കൊട്ടാരത്തിൽ. അവനോട് ലോകത്തെപ്പറ്റി പഠിച്ചു, ചരിത്രം പഠിച്ചു, ജോഗ്രഫി പഠിച്ചു, വിദ്യാഭ്യാസം ഉണ്ടായി, കഴിവുണ്ടായി. അവന് തന്നെത്താനൊരു വിചാരം ഉണ്ടായി, ഐ ആം സംബഡി, ഞാൻ ആരൊക്കെയാണെന്നൊരു വിചാരം. ദൈവം അവനെ അവിടുന്ന് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ട് ആടിനെ തീറ്റുന്ന പണിയായി. കൊട്ടാരത്തിൽ പട്ടുമത്തയിൽ കിടന്നുറങ്ങിയവൻ അടുത്ത ദിവസം കിടന്നുറങ്ങിയത് മണലാരണ്യത്തിലാണ്. അവനെ അവിടെ കൊണ്ടുപോയിട്ട് 40 വർഷം ആടിന്റെ പുറകെ നടത്തി. ഏറ്റവും പ്രയാസമുള്ള ഒരു ജോലി ആടിന്റെ പുറകെ നടക്കുക. പശുവിന്റെ പുറകെ കുഴപ്പമില്ല, ഒട്ടകത്തിന്റെ പുറകെ കുഴപ്പമില്ല, കുതിരയുടെ പുറകെ കുഴപ്പമില്ല. ഏറ്റവും പ്രയാസമുള്ളത്, കാരണം ഒരു മുഷളൻ സ്വഭാവമാണ് ആട്. എന്തിനാ അവനെ അവിടെ കൊണ്ടുപോയി 40 വർഷം അങ്ങനെ കഷ്ടപ്പെടുത്തിയത്? ഞാൻ ആരൊക്കെയാണെന്നുള്ളൊരു വിചാരത്തിൽ നിന്ന് ഞാൻ ആരുമല്ല എന്നുള്ള വിചാരത്തിൽ വന്നു. ഞാൻ ഇന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ അഹങ്കാരിയായി തീരുവാൻ ഇടയായി തീരല്ലേ. ആളുകൾ എന്നെപ്പറ്റി പറഞ്ഞാൽ വർഗീസ് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഞാനും അങ്ങനെ പറയാറുണ്ട്, അല്ലേ? അത്ര പുസ്തകം എഴുതി, ഒത്തിരി പുസ്തകം എഴുതി, അതൊക്കെ പറയുമ്പോൾ ഞാനും, ദൈവമേ, അഹങ്കാരത്തിലായി പോകരുത്. അഹങ്കാരം, നിഗളം. ഞാൻ പറയാറുണ്ടല്ലോ, സദൃശവാക്യം വായിക്കണം, അതിനകത്ത് നിഗളികൾ, അഹങ്കാരികൾ, ഡംബം കാട്ടുന്നവരെ പറ്റി കാര്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങനെ സംഭവിക്കല്ലേ. ഹല്ലേലൂയ. മിസ്രൈമിൽ ഉണ്ടായിരുന്ന ജ്ഞാനം, എല്ലാവരും എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കാൻ ചിലപ്പോൾ അവസരം കിട്ടിയാൽ പ്രസംഗിക്കാൻ നോക്കും കേട്ടോ. ഹല്ലേലൂയ. പറയുന്നത് കേട്ടാട്ടെ. അവന് ഉണ്ടായിരുന്ന മിസ്രൈമിൽ ഉണ്ടായിരുന്ന ജ്ഞാനം എറേസ് ചെയ്തു. പണ്ട് ഞാൻ റേഡിയോയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ അവർ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു കാസറ്റ് ടേപ്പ് കാണും പഴയ കാലത്ത്. അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രണ്ടാമതും അതിനകത്ത് ടേപ്പ് റെക്കോർഡ് ചെയ്യാം. അവർ 2 പ്രാവശ്യം എറേസ് ചെയ്യും. ഒരു പ്രാവശ്യം എറേസ് ചെയ്താലും എന്തെങ്കിലും ചിലപ്പോൾ കിടന്നു പോയാലോ. അപ്പം മിസ്രൈമിൽ ഉണ്ടായിരുന്ന അവൻ്റെ ജ്ഞാനം എറേസ് ചെയ്യുവാൻ ദൈവം അവനെ 40 വർഷം ആടിനെ തീറ്റിച്ചു. അവിടെ വെച്ച് ആളാകെ മാറി. നമ്മളും മാറണം. അവൻ്റെ മുടി നരച്ചു, അവൻ്റെ സംസാരം മാറി, അവന് വിക്കുണ്ടായി. അവിടെ വെച്ചുണ്ടായതായിരിക്കാം ചിലപ്പോൾ കേട്ടോ, എൻ്റെ വിചാരം. അവന് വിക്കുണ്ടായി. ആട്ടിടയൻ്റെ സ്വഭാവമായി തീർന്നു. ആട്ടിടയൻ്റെ സ്വഭാവം മുഷടത്തരമാണ്. ആളുകൾ അടിക്കുന്നു, കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞെന്ന് വരാം. മുക്കുവരും ആട്ടിടയരും ഒക്കെ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയെന്ന് വരാം, അല്ലേ? മുടിഞ്ഞു പോട്ടെ എന്നൊക്കെ പറഞ്ഞു കാണാം. അവൻ്റെ സംസാരം കുറഞ്ഞു. ആരോട് വർത്താനം പറയാം? ആളിനോട് വർത്താനം പറയാനൊക്കെ എത്ര നേരം വർത്താനം പറയാനൊക്കും? ആടെ ഇങ്ങോട്ട് തീർന്നു. അവനെ ചുരുക്കി. ഞാനെന്നുള്ള കാര്യം അപ്രത്യക്ഷമായി. അവൻ്റെ തൊലി ചുളുങ്ങി. ദൈവം വിളിച്ചപ്പോൾ അവൻ കത്തുന്ന മുൾപ്പടർപ്പിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ദൈവം വിളിച്ചു. അവൻ 5 തടസ്സം പറയുന്നുണ്ട്. അവൻ തടസ്സം പറഞ്ഞപ്പോഴും തീ അണഞ്ഞില്ല, വിളി മാറിയില്ല. ശ്രദ്ധിച്ചോ? ദൈവം നിന്നെ വിളിച്ചു കഴിയുമ്പോൾ നീ തടസ്സം പറയുമ്പോഴും നിന്റെ വിളി മാറത്തില്ല. ദൈവം നിന്നെപ്പറ്റി നേരത്തെ ഒരു ലക്ഷ്യമിട്ടാണ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, ദൈവത്തിന്റെ വിളി മാറത്തില്ല. ഹല്ലേലൂയ. എന്ത് പറ്റിയെന്നറിയാം? ഫറവോന്റെ മുൻപാകെ നിൽക്കുമ്പോൾ ഫറവോൻ പറയുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെന്ന്. എന്ന് പറഞ്ഞാൽ അവൻ ഫറവോന്റെ പുരോഹിതനായിട്ട് മാറി. നീ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് നിന്നെ ഉയർത്തുവാൻ, വളർത്തുവാൻ, വലിയ സ്ഥാനത്തിരുത്തുവാനൊക്കെ ദൈവത്തിന് കഴിയും. നിങ്ങൾ പറഞ്ഞേക്കാം,
പി ജി വർഗീസിനെ പോലെ ഞാൻ വലിയ ആളായിട്ടില്ല. വർഗീസ് ഞാൻ ദിനകരനെ പോലെ വലിയ ആളായിട്ടില്ല. വർഗീസ് വേറെ ഞാൻ ഇന്ന പാസ്റ്ററെ പോലെ ഇന്ന ബിഷപ്പിനെ പോലെ ആയിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ വിശ്വസ്തരായിരിക്കാമെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തെ ഡോക്ടറുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടും. വിശ്വസ്തരായിരിക്കണം. ഒരു ദിവസം കൊണ്ട് സംഭവിക്കത്തില്ല, സമയമെടുക്കും. ടു ടേക്ക് ടൈം ടു പ്രൂവ് യുവർ കാളിംഗ്. നിന്റെ ദൈവവിളിയും തെരഞ്ഞെടുപ്പും മനുഷ്യർക്ക് മനസ്സിലാകുവാൻ. ഒരിക്കൽ ഇവിടെ ഏതോ ഒരു കോളറ വന്നു. അന്നേരം എനിക്കറിയാവുന്ന എൻ്റെ പുസ്തകം വായിച്ച് രക്ഷിക്കപ്പെട്ട ഒരാള് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നരസിംഹറാവുവിന് ഒരു എഴുത്തെഴുതി പറഞ്ഞു, എനിക്ക് ഇന്ത്യയിലെ ടെലിവിഷനകത്ത് പ്രസംഗിക്കാൻ 15 മിനിറ്റ് തന്നിട്ട് ഈ കോളറായ ഞാൻ അങ്ങ് ഫലസിച്ച് ദൂരെ കളയാം. ഞാൻ പറഞ്ഞു, ബ്രദറെ, അദ്ദേഹത്തെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു നടക്കത്തില്ല. നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്നൊന്ന് മാറ്റുക, നിങ്ങളുടെ ബ്ലോക്കിൽ നിന്നൊന്ന് മാറ്റുക. ഒരു ദിവസം കൊണ്ട് നാഷണൽ ടെലിവിഷനകത്ത് പ്രസംഗിക്കണമെന്ന് വിചാരിച്ചാൽ, ഒരു ദിവസം കൊണ്ട് വലിയ പ്ലാറ്റ്ഫോമിൽ നിന്നുണ്ട് 50,000 പേരോട് പ്രസംഗിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. സാവധാനത്തിൽ നടന്നു വരണം. ഞാൻ ആദ്യം പ്രസംഗിക്കുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു? ആരുമില്ലായിരുന്നു. എത്ര നാൾ? 5-6 മാസം. അത് കഴിഞ്ഞപ്പോഴാണ് 10-18 പേരെ കിട്ടിയത്. അവിടെ പ്രസംഗിച്ചു 3-4 വർഷം, 3-4 മാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവനെ ദൈവം സാവധാനത്തിൽ ഉയർത്തി. ഹല്ലേലൂയ. മോശ പുതിയ നിയമ വ്യവസ്ഥ പോലെ മരുഭൂമിയിലെ സഭ സ്ഥാപിച്ചവരാണ്. പുതിയ നിയമത്തിലെ സഭ പോലെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് സ്തെഫാനോസ് പറയുന്നുണ്ട്, മരുഭൂമിയിലെ സഭ കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച. ആരാ തുടങ്ങിയത്? മോശ. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു, വിളിക്കാത്ത നീ കച്ചവടത്തിനകത്ത് ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനീ പറഞ്ഞോട് ആരും കച്ചവടം നിർത്തിപ്പിച്ച് ഇറങ്ങരുത്. കോട്ടയത്ത് ഒരു വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച് പലരും പറഞ്ഞു, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു, ഏതെങ്കിലും വിളിച്ചിരുന്നു. വെളുപ്പം മുട്ടും വെച്ച് ഇറങ്ങിയാട്ട് പിന്നെ ചെന്ന് ഇതുവരെ വിട്ടില്ലയോ? അദ്ദേഹം തന്റെ ബിസിനസ് ക്ലോസ് ചെയ്ത് ബൈബിൾ കോളേജിൽ പഠിച്ചു. പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ. ബിസിനസ്സും പോയി, അതും പോയി, ഇതും പോയി. ചോദിച്ചോ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പാസ്റ്ററുടെ ബാഗ് കൊടുത്തു നടന്നാട്ട്. അബദ്ധം പറ്റരുത്. ദൈവം വിളിച്ചെങ്കിലേ പോകാവൂ. പി ജി പരീക്ഷ പറയുമ്പോൾ പോകാൻ പാടില്ല കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച ഒരു സഭയെ സ്ഥാപിക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം ഉപയോഗിച്ചു. നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കച്ചവടം ക്ലോസ് ചെയ്യാം. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജോലിയിൽ നിന്ന് ഇറങ്ങി വരാം. ഹല്ലേലൂയ. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവാനുള്ള കഴിവും തരും. ഹല്ലേലൂയ. മോശ ചെങ്കടലിൽ വെച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. മോശ ഹോരേബിൽ ദൈവം വിളിച്ചെടുത്ത് വെച്ച്, ഹോരേബിൽ വെച്ച് ദൈവം വിളിച്ചോ പറഞ്ഞു, ഹല്ലേലൂയ, എൻ്റെ ജനത്തെ നീ വിടുവിച്ചു കൊണ്ടുവരണം, ഇവിടെ ആരാധിക്കും. ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് എൻ്റെ വിചാരം. ദൈവം മുൾപ്പടർപ്പിൽ, ഹോരേബിലെ മുൾപ്പടർപ്പിൽ വെച്ച് പറഞ്ഞു, ദൈവം നീ എൻ്റെ ജനത്തെ വിടുവിച്ച് ഇവിടെ കൊണ്ടുവരണം. അവരിവിടെ വരുന്നേരെ എല്ലാവരും ഇവിടെ വന്നായിരിക്കും. എൻ്റെ ജനം എന്നെ ഇവിടെ ആരാധിക്കും. വായിക്കാൻ പോവാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അതിന് അവൻ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരുളി ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടുന്ന് വരുന്ന ജനം മുഴുവൻ ഇവിടെ ആരാധിക്കണം. മുഴുവൻ പേരും. ഒരു കുഞ്ഞും മരിക്കത്തില്ല, ഒരു വയസ്സിനും മരിക്കത്തില്ല, ഇടയ്ക്ക് വെച്ച് ആർക്കും സോക്കേട് വരത്തില്ല, ശത്രുക്കൾ ആരും വന്ന് കൊല്ലത്തില്ല. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും നിനക്ക് ആത്മഹത്യ ചെയ്യാൻ ഒക്കാത്തൊരു അവസ്ഥ ഉണ്ടാകും. കാരണം ദൈവം പറഞ്ഞു പോയി, എൻ്റെ ജനം ഇവിടെ വന്നിട്ട് എന്നെ ആരാധിക്കും. അവനിത് തടസ്സം പറയാണ്. 5 തടസ്സങ്ങൾ പറയുകയാണ്. 11-ാമത്തെ വാക്യത്തിനകത്ത് വായിക്കണ്ട. ഇത്ര വലിയ ജോലി ചെയ്യാൻ ഞാൻ എന്തുമാത്രമുള്ളൂ. കണ്ടോ, എറേസായി. എനിക്ക് കഴിയും, എനിക്ക് കൊല്ലാൻ കഴിയും, എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയും എന്നുള്ള കഴിവുകളൊക്കെ എല്ലാം മാറി. 2, ദൈവമേ നിന്റെ പേര് ചോദിക്കാൻ ഞാൻ എന്തോ പറയുന്നത്, എനിക്കൊരു പേരില്ല. ആര് പറഞ്ഞു പേരില്ല എന്ന്? 6-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. അവർക്കറിയാവുന്ന ഒരു പേരുണ്ട് അവന്. അപ്പോൾ അവന് വെറുതെ ഒരു എക്സ്ക്യൂസ് എടുക്കുകയായിരുന്നു, ഒരു മുടന്തന്യായം പറയുകയായിരുന്നു. ദൈവമേ ഞാൻ ആരുമല്ല. 2, നിനക്കൊരു പേരില്ല. ഒരു തടസ്സവും ധരിക്കാണ്. 3-ാമത്തെ കാര്യം, 4-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ജനം പറയും എനിക്ക് ദൈവം പ്രത്യക്ഷനായിട്ടില്ല. ഹല്ലേലൂയ. 4, 10-ാമത്തെ വാക്യം, ഞാൻ തടിച്ച നാവുള്ളവനാണ്. ദൈവം അവൻ കള്ളം പറഞ്ഞല്ല. കള്ളം പറഞ്ഞാന്നെങ്കിൽ പറഞ്ഞേനെയായിരുന്നു. ആര് പറഞ്ഞു? ഇല്ല, കള്ളം പറഞ്ഞല്ല. ഹല്ലേലൂയ. അപ്പോൾ അവന് നാവ് തടിച്ചതായി. ഇപ്പോൾ യാറിൻ്റെ കൂടെ ആയിപ്പോയതായിരിക്കും കേട്ടോ. പണ്ട് പ്രാഗൽഭ്യമുള്ളവനായിരുന്നിരിക്കണം. ജനത്തെ ഭരിച്ചുകൊണ്ട് നടന്ന സമയത്ത് ആർമി കമാൻഡറായിട്ട് ജീവിച്ചപ്പോഴെല്ലാം നേരെ ആയിരുന്നിരിക്കാം. ഹല്ലേലൂയ. നിന്റെ കഴിവുകേടിനെ പോലും. ഇന്ന് എൻ്റെ വീട്ടിലൊരാൾ, ഒരു ദൈവദാസൻ വന്നിരുന്നു. അദ്ദേഹം ഞങ്ങളോട് സുവിശേഷം പ്രസംഗിക്കാൻ എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു, അദ്ദേഹം വീക്കനായിരുന്നു, ബൈബിൾ കോളേജിൽ പോയി.
ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു വെച്ച് ആദ്യത്തെ വർഷം കഴിഞ്ഞ് വെച്ച് വന്നപ്പം അവിടുത്തെ ഒരു കുടുംബത്തിലൊരു മീറ്റിംഗ് നടക്കുകയാണ്. പറഞ്ഞു പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. 45 മിനിറ്റിൻ്റെ പ്രസംഗം 5 മിനിറ്റ് കൊണ്ട് പ്രസംഗിച്ചു. ആകെ വിറച്ചു വിക്കാണ്. കരഞ്ഞ് വീട്ടിൽ പോയി നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ച് ദൈവം അദ്ദേഹത്തെ സൗഖ്യമാക്കി. പെട്ടെന്ന് നാക്കിനകത്ത് വേണ്ട കെട്ടൊക്കെ അടിച്ചു. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിന്റെ കഴിവുകേടിനെ കഴിവാക്കി തീർക്കുന്നവനാണ് എൻ്റെ ദൈവം. അത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാത്രമല്ല, ജോലി ചെയ്യാൻ, ഓഫീസിൽ ജോലി ചെയ്യാൻ, ആശുപത്രിയിൽ ജോലി ചെയ്യുവാൻ, കമ്പനിയിൽ ജോലി ചെയ്യുവാൻ എല്ലാം ദൈവം കഴിവ് തരുന്നവനാണ്. നിന്റെ കഴിവിനനുസരിച്ചല്ല, ദൈവത്തിൻ്റെ കഴിവ് ഇമ്പാർട്ട് ചെയ്തു തരും. 4 ഹല്ലേലൂയ ഹല്ലേലൂയ 10ാമത്തെ വാക്യം. അവൻ ശാന്തനായിരുന്നു, ശാന്തനാക്കിയ വിളിച്ച് 5 13ാമത്തെ വാക്യം. ദൈവം ഇത് എന്നെ കൊണ്ടൊക്കത്തില്ല, നിനക്ക് ബോധിച്ച വേറെ ആരെയെങ്കിലും വിളിച്ചാട്ടെ. 4 എക്സ്ക്യൂസ് പറഞ്ഞു, 4 പറഞ്ഞു എന്നെ കൊണ്ടൊക്കത്തില്ല, അതിലാണ് സത്യമാണ്. പക്ഷേ 5ാമത്തെ കാര്യം പറഞ്ഞപ്പോൾ ദൈവത്തിന് ദേഷ്യം വന്നു, കോപിച്ചു. 14ാമത്തെ വാക്യം. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു വന്ന എന്നെ കൊണ്ടൊക്കത്തില്ല. ഇതുവരെ പറഞ്ഞൊക്കെ ശരിയാണ്, അതെല്ലാം ദൈവം പരിഹരിച്ചു കൊടുക്കുന്നു. പക്ഷെ ഇതെന്നെ കൊണ്ടൊക്കത്തില്ല, വേറെ ആരെങ്കിലും വിളിച്ചാട്ടെ. എന്ത് പറ്റിയെന്നറിയാമോ മോശയ്ക്ക്? ദൈവം പറഞ്ഞു, ഓക്കെ, നിന്നെ കൊണ്ടൊക്കത്തില്ലെങ്കിൽ ഞാൻ വേറെ ആളെ വിളിക്കാം. അഹരോനെ വിളിച്ചു. മോശയ്ക്ക് ലഭിക്കേണ്ടിയ അനുഗ്രഹം വേറൊരുത്തിന് കിട്ടി. ആർക്ക് കിട്ടി? അഹരോന് കിട്ടി. മഹാപുരോഹിതൻ അഹരോനായി. തലമുറ അവൻ്റെ ആയത്. മോശയുടെ തലമുറ ഇല്ലാതായിപ്പോയി. ഈ അബദ്ധം കാണിക്കരുത്. ദൈവം നിന്നെ വിളിച്ചാൽ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിൽ, ഞാൻ ഇപ്പോഴും പറയും, എൻ്റെ കുടുംബത്തിൽ ആദ്യം രക്ഷിക്കപ്പെടുന്നത് ഞാനാണ്. എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ, എൻ്റെ അപ്പൻ്റെ കുടുംബത്തിൽ വളരെ ചുരുക്കം പേരേ ഉള്ളൂ രക്ഷിക്കപ്പെട്ടിട്ടുള്ളവർ. എൻ്റെ ഒരു അമ്മാച്ചൻ ബ്രദറുകാരനാണ്, വേറെ ആരുമില്ല. പക്ഷേ സാവധാനത്തിൽ എൻ്റെ പപ്പ രക്ഷിക്കപ്പെട്ടു, അമ്മച്ചി രക്ഷിക്കപ്പെട്ടു, സഹോദരന്മാർ രക്ഷിക്കപ്പെട്ടു. എൻ്റെ ഭാര്യയുടെ കുടുംബത്തിൽ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു. എൻ്റെ കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ടു. നാളെ മുഴുവൻ രക്ഷിക്കപ്പെടുന്നു. എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ല, കർത്താവേ എനിക്ക് പകരം. നിങ്ങളും പറയരുത് എനിക്ക് പകരം വേറൊരാൾ. നിന്റെ ജോലിയോടൊപ്പം ആയിരിക്കാം, നിന്റെ കച്ചവടത്തിനോടൊപ്പം ആയിരിക്കാം, നിന്റെ ബിസിനസ്സിനോടൊപ്പം ആയിരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ടാപ്പിംഗ് ജോലിയോടൊപ്പം ആയിരിക്കാം, നിന്റെ കൃഷിയോടുകൂടി ആയിരിക്കാം. ദൈവം തരുന്ന ജോലി വേറൊരാളിന് കൊടുക്കണമെന്ന് പറയരുത്, വേറൊരാളിന് മടിയിൽ പോകരുത്. ഹല്ലേലൂയ. മോശ മഹാനായിരുന്നു, സംശയമില്ല. ദൈവം ഒരു സ്നേഹിതനെ പോലെ അവനോട് സംസാരിച്ചു എന്നാണ് വേദം പറയുന്നത്. സ്നേഹിതൻ അബ്രഹാം മാത്രമേ ഉള്ളൂ. സ്നേഹിതനെ പോലെ സംസാരിച്ചു. ദൈവം അവൻ്റെ ശവമടക്കം നടത്തി. അവൻ മഹാനായിരുന്നു, പക്ഷെ തലമുറകളുടെ അനുഗ്രഹം നഷ്ടപ്പെട്ടു. മനസ്സിലായോ? ദൈവം നിന്നെ ഏതെങ്കിലും ഒരു വേലയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ വിഷയം, മോശ ഹോരേബിൽ 40 ദിവസവും 40 പകൽ 40 രാത്രിയും നിന്നു. എന്താ ദൈവം അവനോട് പറഞ്ഞത്? എൻ്റെ ജനം ഇവിടെ വന്നിട്ട് ആരാധിക്കും, ഒരാൾ പോലും മരിക്കത്തില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാട്ടെ, അതുവരെ ആരും മരിച്ചില്ല കേട്ടോ. അതുവരെ ആരും മരിച്ചില്ല. മാസങ്ങളെടുത്ത് നടന്നു വന്നതാണ്. ആരും മരിച്ചില്ല. കാരണം എൻ്റെ ദൈവം എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. അതിനുശേഷം മരിച്ചു, പക്ഷെ അതുവരെ മരിച്ചില്ല. ഹല്ലേലൂയ. ജനം പാപം ചെയ്തു, മഹാപാപം ചെയ്തു, പരസംഗം ചെയ്തു, ബിംബാരാധന നടത്തി, ദൈവകോപം വന്നു. ഹല്ലേലൂയ. ആരും എന്നിട്ടും മരിച്ചില്ല. കാരണം ദൈവം വാക്ക് പറഞ്ഞു. ദൈവം ക്ഷമിച്ചു കൊടുത്തതല്ല, ദൈവം വാക്ക് പറഞ്ഞത് നിവർത്തിക്കാനുള്ള. കോപമല്ല, ദൈവത്തിന് ക്രോധമുണ്ടായി, കോപത്തെക്കാൾ കൂടുതൽ. ഇതാ നമ്മൾ വേദപുസ്തകം വാക്യം വേണം. പുറപ്പാട് പുസ്തകം 32 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ മഹാപാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൽ കയറി ചെല്ലും. പക്ഷെ നിങ്ങളുടെ പാപത്തിന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ എനിക്ക് ഇടയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്തു പൊന്നുകൊണ്ട് തങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായിച്ചു കളയണമേ. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും. ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുപോക. എന്റെ ദൂതൻ നിന്റെ മുൻപിൽ നടക്കും. എന്നാൽ എന്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും എന്ന് അരുളി ചെയ്തു. മോശ യേശുക്രിസ്തുവിന്റെ ഒരു നിഴലാണ്. ഇത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ശിംശോൻ യേശുക്രിസ്തുവിന്റെ നിഴലാണ്, ദാവീദ് യേശുക്രിസ്തുവിന്റെ നിഴലാണ്. മോശ കാരണം ജനത്തിന്റെ പാപമെല്ലാം സ്വയം ഏൽക്കുകയാണ്. അവൻ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നു. ഞാനോ നീയോ ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രാർത്ഥന ചെയ്യാൻ പാടില്ല. എന്താണ്? എൻ്റെ പേര് വേണമെങ്കിൽ വെട്ടിയാട്ടെ, പക്ഷെ ഇവരെ രക്ഷിക്കണം. ആരെങ്കിലും പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ വേണമെങ്കിൽ നരകത്തിൽ അയച്ചുവോ? അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. ആത്മാർത്ഥതയോടെ
30-40 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേണമെങ്കിൽ എൻ്റെ പേര് വെട്ടിയാട്ട്. ഹല്ലേലൂയ. സ്വന്തമായിട്ട് അനുഗ്രഹം എന്തുമാത്രം കിട്ടിയെന്നറിയാമോ? ഒരു കെട്ട് അനുഗ്രഹം അവന് കിട്ടി. ഒരൊറ്റ അനുഗ്രഹം. ഇതാ 32:10 പറയുകയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. മോശ പറയുന്ന എനിക്ക് വല്ല വേണ്ടിയത്, എന്നെ വലിയ ജാതിയാക്കുന്നതല്ല ആവശ്യം. കട്ടാട്ടെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന്? നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കണമേ. അവൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതാണ് നിക്കട്ടെ ബാക്കിയുള്ള എഴുതിയെടുത്തിട്ട് വായിച്ചാട്ടെ. ഇന്റർസീഡിങ്, ഈ ജനത്തോട് കരുണ കാണിക്കണം. എൻ്റെ പേര് വെട്ടിയാലും വേണ്ടില്ല. അവിടെ ഒന്ന് അവസാനിപ്പിക്കുന്നത് നമ്മളും പ്രാർത്ഥിക്കും. ഇതുപോലെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കരുത് കേട്ടോ, പ്രാർത്ഥിക്കരുത്. എങ്കിലും അവൻ്റെ ഹൃദയം നോക്കിയാട്ടെ. ഈ 30 ലക്ഷം ജനം ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്നതാണ്. അവരുടെ പേര് വെട്ടല്ലേ കർത്താവേ, അവരോട് കോപിക്കാതെ അവർ നശിപ്പിച്ചാൽ എനിക്കൊത്തിരി അനുഗ്രഹം കിട്ടി. എനിക്കല്ല അനുഗ്രഹം വേണ്ടത് ഈ ജനത്തിന്. ഒരു പാസ്റ്റർക്ക്, ഒരു പട്ടക്കാരൻ ഇതുപോലെ സഭാവിശ്വാസികളെ പറ്റി ഒരു വാഗ്ദാനം വേണം. ഒരിടത്തൊരു സഹോദരി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ സഭയിലെ ശുശ്രൂഷകൻ, ഏത് സഭയാന്ന് പറയത്തില്ല, അവിടെ ചെന്നു പറഞ്ഞ അബദ്ധമൊന്നും കാണിക്കരുത്, മുമ്പോട്ടൊന്നും പോകരുത്, ഇവിടെ നിൽക്കുന്നിടത്ത് നിന്നോണം. ആ സഹോദരി ആ സഭാ ശുശ്രൂഷകൾ ഒരു ചോദ്യം ചോദിച്ചു. ഇത്രയും നാളായിട്ട് അച്ഛൻ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടാന്നോ? ഞാനിപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഇപ്പം എൻ്റെ പുറകെ കൂടിയിരിക്കുക. ഇതുവരെ എന്താ എൻ്റെ പുറകെ കൂടാഞ്ഞത്? ഞാൻ അച്ഛനെ കുറ്റം പറയുകയല്ല, പാസ്റ്ററെ കുറ്റം പറയുകയല്ല, പക്ഷെ നിങ്ങളുടെ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞിരിക്കണം. ഒരു സക്കറിയ എന്ന് പറയുന്ന ഒരാള് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മധുരൈ ബൈബിൾ സ്കൂളിന്റെ പ്രിൻസിപ്പലായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അപ്പനായിരുന്നു ആദ്യത്തെ പ്രിൻസിപ്പൽ. വരുന്നവരൊക്കെ പറയാ സ്നാനപ്പെടണം. ആരും എന്തൊക്കെ ചോദിച്ചില്ല രക്ഷിക്കപ്പെട്ടതാണോ? അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടു. നമ്മൾ ഉറപ്പുവരുത്തണം നമ്മുടെ മക്കൾ രക്ഷിക്കപ്പെട്ടതാണോ, നമ്മൾ ഉറപ്പുവരുത്തണം നമ്മുടെ സഭയിലുള്ളവർ രക്ഷിക്കപ്പെട്ടതാണോ, നമ്മൾ ഉറപ്പുവരുത്തണം നമ്മുടെ സൺഡേ സ്കൂളിലുള്ളവർ രക്ഷിക്കപ്പെട്ടതാണെന്ന് ഓരോരുത്തരും സാക്ഷ്യം പറയുവാൻ അവസരം കൊടുക്കണം. പക്ഷപാതം ചെയ്യണം. കേട്ടാട്ടെ, ഞാൻ വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. ജീസസ് ഈസ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് ആൻഡ് ഈസ് ആൾസോ ഇന്റർസീഡിങ് ഫോർ അസ്. മലയാളത്തിൽ, ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. അവൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എങ്ങനെയാണ് മോശ പക്ഷവാദം ചെയ്തത്? കർത്താവെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പേ, കർത്താവെ, അവർക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ ക്രൂശിക്കറിക്കണം, പക്ഷെ അവരെ രക്ഷിക്കണം. ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:1 പറയുകയാണ്. എടുത്തിട്ടുണ്ടോ? ഇല്ല, വേണ്ട. ജീസസ് ഈസ് അവർ അഡ്വക്കേറ്റ് വിത്ത് ദ ഫാദർ. നിങ്ങൾക്ക് സമയമുള്ളപ്പം ഹെബ്രായർ 7:25 വായിച്ചാണ്. 7:25 കൂടെ. നമ്മുടെ കർത്താവ് ആരാണ്? നമ്മുടെ വക്കീലാണ്, നമുക്ക് വേണ്ടി വാദിക്കുവാൻ. ഓർത്താട്ടെ, യേശു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് പോലെ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം. ഞാൻ വൈകിട്ട് 6 മുതൽ 8 വരെ ഫോൺ എടുക്കും. എന്ന് എനിക്ക് ജോലിയില്ലാഞ്ഞിട്ടല്ല, ഒരു രൂപ പോലും ആരും തന്നിട്ടല്ല. ഞാൻ ഇന്ന് വരെ ഈ പ്രാർത്ഥിക്കുന്നവരോട് രൂപ ചോദിച്ചിട്ടില്ല, ചോദിക്കത്തില്ല. പിന്നെ എന്തിനാണ്? എനിക്കൊരാഗ്രഹം, ഈ വേദപുസ്തകം പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ. കർത്താവരെ അനുഗ്രഹിക്കണമേ, അവരുടെ വേദന മാറ്റണമേ, അവരുടെ കടഭാരം മാറ്റണമേ, അവരുടെ ദുഃഖം മാറ്റണമേ, അവരുടെ വേദന മാറ്റണമേ. അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനസ്സ് സ്വർഗസ്ഥനായ ദൈവം നമുക്കും തരട്ടെ. ഇതാ 3-ാമത്തെ ഒരു വ്യക്തി, ഏലിയാവും ജനപ്രതിനിധികളും കൂടെ കർമ്മേലിൽ. എല്ലാ ഇസ്രായേൽ ജനവും ചെന്നിട്ടില്ല കേട്ടോ. 2 വംശമാണ്, ഇസ്രായേലും യഹൂദിയരും. അവരെല്ലാവരും ചെന്ന പ്രതിനിധികളെ പോകത്തുള്ളൂ, അല്ലേ? നമ്മുടെ അസംബ്ലിയിൽ ചെല്ലുന്നത് പോലെ, അല്ലെങ്കിൽ പാർലമെന്റിൽ അവരെല്ലാവരും കൂടി ഇങ്ങനെ അവിടെ ചെന്ന് നിൽക്കുകയാണ്. എത്ര പേരുണ്ടായിരിക്കും? 2000-3000 പേര് കാണാം. അവരെല്ലാം ചെന്ന് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ശലോമോന്റെ കാലം വരെ, ദാവീദിന്റെ കാലം, ശലോമോന്റെ കാലം ഒരു വംശമായിട്ട് നിൽക്കുകയാണ്, 12 ഗോത്രം. എന്നാൽ ശലോമോന്റെ കാലം കഴിഞ്ഞപ്പോൾ ശലോമോൻ ദൈവത്തോട് ചേർന്ന് നടക്കാതെ ഇരുന്നതിനാൽ, വേദപുസ്തകം അന്വേഷിക്കാതെ ഇരുന്നതിനാൽ, ആരാധന നിർത്തിയതിനാൽ, പല കാരണങ്ങളും കൊണ്ട് അവരുടെ വംശം 12 വംശം 2ആയി. 10 ഗോത്രം ഇസ്രായേലായി. അവരുടെ ഹെഡ്ക്വാർട്ടറാണ്. അറിയാൻ വയ്യാത്തവർ എഴുതിയെടുത്താട്ടെ. ഞാനും കുറച്ചേറെ നാൾ കഴിഞ്ഞിട്ടാണ് പഠിച്ചത്. ഞാൻ ബൈബിൾ സ്കൂളിൽ പോയിട്ടില്ലാത്ത അറിഞ്ഞുകൂടായിരുന്നു, അല്ലേ? ഇസ്രായേലിന്റെ ഹെഡ്ക്വാർട്ടറാണ് ശമരിയ. യഹൂദയുടെ 2 ഗോത്രമേ ഉള്ളൂ യഹൂദ. അവരുടെ ഹെഡ്ക്വാർട്ടറാണ് യെരുശലേം. ഹല്ലേലൂയ. യെരുബയാം എന്ന് പറയുന്ന ആള് രാജാവായി.
ജനങ്ങളുടെ മേൽ വലിയ ഭാരം വെച്ചു, ജനം ഭിന്നിച്ചു. യൊരോബയാം ദൈവമില്ലാത്തവനാണ്, മഹാപാപത്തിന് അനുവാദം കൊടുത്തവനാണ്. ഹല്ലേലൂയ. അവിടെ കാണുകയാണ് 1 രാജാക്കന്മാർ 16-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. എങ്ങനെയെന്നാൽ അവൻ നെബാത്തിന്റെ മകനായ യൊരോബാമിന്റെ എല്ലാ വഴിയിലും ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ കോപിപ്പിക്കത്തക്കവണ്ണം ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച പാപങ്ങളിലും നടന്നു. ഒമ്രിയുടെ കാര്യം പറയുകയാണ് കേട്ടോ. അവിടെ മക്കൾ, തലമുറകൾ. ഇനി പറയുന്നത് കേട്ടാട്ടെ, നീ എവിടെയാണോ നടന്നത് നിന്റെ മക്കളും അതുപോലെ നടക്കും. ഞാനും എൻ്റെ അമ്മച്ചിയും പപ്പായും കൂടെ ഒരിടത്തൊരു കൺവെൻഷന് പോകുമായിരുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത്, ആദ്യകാലത്ത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വൈദ്യരുടെ അവിടെ ചെന്ന് ബസ് നോക്കിയിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് കാറും മോട്ടോർ സൈക്കിളും ഒന്നും ഇല്ലാത്ത കാലമാണ്. ആ രക്ഷിക്കപ്പെട്ട കാലത്ത് 72 73 74 കണ്ട. അന്ന് ഒരു വൈദ്യര് പറഞ്ഞു, എന്തോ പറയാനാ, ഇന്നത്തെ പിള്ളേരൊക്കെ നമ്മുടെ കൂട്ടൊന്നും അല്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ വേദോസ്തം പറയുന്നേ? ആദാമും ഹവ്വായും നല്ലവരായിരുന്നു അല്ലേ? കുത്തകളൊക്കെ കാണിച്ചു, ഒരു മഹാപാപം ചെയ്തു. അവരുടെ ആദ്യത്തെ മോൻ കൊലപാതകനായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചോണം. നമ്മളും ശ്രദ്ധിച്ച് ജീവിച്ചില്ലെങ്കിൽ നാം ഏതൊക്കെ കുരുത്തക്കേട് കാണിച്ചോ അതിനേക്കാളും വലിയ കുരുത്തക്കേട് കാണിക്കും. അവൻ്റെ മകനാണ്, ഒമ്രിയുടെ മകനാണ് ആഹാബ്. 30-ാമത്തെ വാക്യം, 31-ാമത്തെ വാക്യം. അവൻ പോയിട്ട് ഒരു അന്യജാതിക്കാരിയെ കെട്ടി. അന്യജാതിക്കാരി മാത്രമല്ല, അവൾ മഹാമോശമാണ്. അരവും കൂടെ കയറുമ്പം കിന്നരമായി. അല്ലേ? അപ്പൊ ഇങ്ങനെ പറയാറുണ്ട്, ഈനാം പീച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ട അല്ലേ? അവന് കൂട്ട് കിട്ടിയത് ഒരു മഹാഭാവിയായ സ്ത്രീ. കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. സൗന്ദര്യം നോക്കി പോകരുത്, സ്ത്രീധനം നോക്കി പോകരുത്, ജോലി നോക്കി പോകരുത്, പുരയിടം നോക്കി പോകരുത്, റബ്ബർ തോട്ടം നോക്കി പോകരുത്. പല പാസ്റ്റർമാർക്കും വടക്കേ ഇന്ത്യയിൽ അബദ്ധം പറ്റും. അവരൊരു ജോലിയുള്ള പെണ്ണിനെ നോക്കും. നമ്മുടെ നാട്ടിലും നോക്കും, ഗൾഫിലെങ്ങാനും നേഴ്സാണോ നോക്കും. ദൈവം നിന്നെ വടക്കേ ഇന്ത്യക്ക് വിളിച്ചാൽ, ദൈവം നിന്നെ മലബാറിലേക്ക് വിളിച്ചാൽ, ദൈവം നിന്നെ ഇടുക്കിയിലേക്ക് വിളിച്ചാൽ ഗൾഫിലേക്കല്ല പോകേണ്ടത്. അടങ്ങരുത്. ചിലപ്പോഴങ്ങ് സത്യം പറഞ്ഞു പോകും പ്രസംഗിച്ചു വരുമ്പോൾ. ഹല്ലേലൂയ. എന്ത് പറ്റി? ഹല്ലേലൂയ. ദൈവം അവരെ ശിക്ഷിച്ചു. 3 വർഷത്തേക്ക് ക്ഷാമം അയച്ചു, മഴയില്ല. ഹല്ലേലൂയ. ദൈവം കോപിച്ചതിന് കാരണമുണ്ട്. ദൈവത്തെ വിട്ടു, മഹാപാപം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പേര് പറയുന്ന സകലരെയും കൊന്നുകളഞ്ഞു. ഏലിയാവ് ദൈവത്തെ മറന്നില്ല, ദൈവം അവനെയും മറന്നില്ല. ദൈവം അവനോട് കരുണ കാണിച്ചു. എത്ര നാൾ അവൻ ചോദിക്കുകയാണ്, ഏലിയാവ് ചോദിക്കുകയാണ്, എത്ര നാൾ നിങ്ങൾ 2 തോണിയിൽ കാല് വയ്ക്കും? ഒന്നുകിൽ യഹോവയായ ദൈവം, അല്ലെങ്കിൽ ബാല്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ സേവിക്കാം. 2 കാളയെ കൊണ്ടുവന്നിട്ട്, ഞാൻ ഇച്ചിരി വേഗത്തിലാണ് പോകുന്നത് എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവരും വേദപുസ്തകം അറിയാവുന്നവരാണല്ലോ അല്ലേ? ഹല്ലേലൂയ. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞും വെച്ച് 18-ാം അധ്യായത്തിനകത്ത്, 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിനകത്ത് എടുക്കണ്ടല്ലേ 30-ാമത്തെ വാക്യം. അവരുടെയൊക്കെ പറയുന്നു, എല്ലാവരും അടുത്ത് വന്നാട്ടെ എന്ന് പറഞ്ഞ്. എനിക്ക് രഹസ്യമൊന്നുമില്ല. ഞാൻ ഇന്ന് വന്ന ദൈവദാസന്റെ ഇന്നലെ വന്ന ദൈവദാസന്റെ, മിനിഞ്ഞാന്ന് വന്ന ദൈവദാസന്റെ ഒക്കെ പറഞ്ഞു, എൻ്റെ വീട്ടിൽ 10 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. വൈകുന്നേരം ഞാൻ വല്ലതും കഴിക്കും. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ പറഞ്ഞു, എൻ്റെ ബാങ്ക് ബുക്ക് ഓഫീസിലാണ്, എൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ പേപ്പർ ഓഫീസിലാണ്. എനിക്ക് ആരിൽ നിന്നും ഒന്നും ഒളിക്കാനില്ല, എൻ്റെ ഭാര്യയിൽ നിന്ന് ഒളിക്കാനില്ല, എൻ്റെ കൂട്ടുവേലക്കാരിൽ നിന്ന് ഒളിക്കാനില്ല. എന്നെപ്പോലെ നിങ്ങൾ എല്ലാവരും ചെയ്യണമെന്നില്ല, പക്ഷേ ഒളിച്ചു കളി പാടില്ല. എന്നിട്ട് പറഞ്ഞു, സകലരും അടുത്ത് വന്നാട്ടെ. ഞാൻ ഇങ്ങനെ ചോദിക്കുക, നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യിൽ ഒരാഴ്ചത്തേക്ക് കൊടുക്കാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ ഒരാഴ്ചത്തേക്ക് കൊടുക്കാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടോ? പഴയ കാലത്ത് ഇമെയിലായിരുന്നു, ഇപ്പം എല്ലാം വാട്സപ്പാണ്. ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു, ഒരാളിൻ്റെ ഫോണിനകത്ത് 5 ലോക്കുണ്ട്. വാട്സപ്പിനകത്ത് സ്പെഷ്യൽ ലോക്ക് കൊടുക്കുന്നുണ്ടോ? സകലരും അടുത്ത് വരിക. 30-ാമത്തെ വാക്യം, 2-ാമത്തെ കാര്യം, ഇടിഞ്ഞു കിടന്ന യാഗപീഠം നന്നാക്കി. നമ്മുടെ ജീവിതം ഇടിഞ്ഞു കിടക്കുന്നത് നന്നാക്കണം കേട്ടോ. ഹല്ലേലൂയ. 31-ാമത്തെ വാക്യം. നിങ്ങൾ എൻ്റെ ഏലിയാവെന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിക്കണം. എൻ്റെ ഏറ്റവും നല്ല പുസ്തകമാണത്. എൻ്റെ ഏതെങ്കിലും ഓഫീസിൽ പോയിട്ട് വായിക്കണം. അതിനകത്ത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ടാവും. 3-ാമത്തെ കാര്യം, 3 കാര്യമാണ് ഏലിയ അവിടെ പറഞ്ഞത്. 3 അധികം കൂടുതലുണ്ടാവും. 3 കാര്യങ്ങൾ മാത്രം എടുക്കുകയാണ്. 12 കല്ലെടുത്തു. ഇസ്രായേൽ ഗോത്ര സംഖ്യയ്ക്ക് ഒത്തവണ്ണം, ഇസ്രായേൽ ഗോത്രത്തിന്റെ എണ്ണത്തിനനുസരിച്ചല്ല, ഇസ്രായേൽ ഗോത്രത്തിന്റെ സംഖ്യയ്ക്ക്, സംഖ്യ 1 തന്നെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അവരുടെ ഇസ്രായേൽ ഗോത്രത്തിന്റെ പേരിനൊത്തവണ്ണമല്ല, അവരുടെ ഗോത്ര സംഖ്യയ്ക്ക് ഒത്തവണ്ണം. എന്ന് പറഞ്ഞാൽ 12 കല്ലെടുത്തു,
1, 2, 3, 4, 5, 6 എന്ന് 12 എന്നല്ല എണ്ണിയത്. പിന്നെ എങ്ങനെയാണ്? അവരുടെ ഗോത്രസംഖ്യ അനുസരിച്ച്. അവൻ ഒന്നാമത്തെ കല്ലെടുത്ത് വെച്ച് പറഞ്ഞു ശിമിയോൻ, രണ്ടാമത്തെ കല്ലെടുത്ത് പറഞ്ഞു യഹൂദ, മൂന്നാമത്തെ കല്ലെടുത്ത് വെച്ചിട്ട് പറഞ്ഞു ലേവി, സബൂലൂൻ, ഇസാഖാർ, ദാൻ, ഗാദ്, ആഷേർ, നഫ്താലി, യോസഫ്, ബെഞ്ചമിൻ. 12 എടുത്തു. എൻ്റെ ബലമായ വിശ്വാസം അവൻ ഈ 12 കൂടി ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കാണും. അവനൊരു സന്ദേശം പ്രസംഗിക്കുകയായിരുന്നു. നാം ഭിന്നിച്ചു നിന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തില്ല. നാം ഒന്നിച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ. ഞാനും നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ഒന്നിച്ചു നിൽക്കണം, നിങ്ങളുടെ സഭയിൽ ഒന്നിച്ചു നിൽക്കണം. നിങ്ങളുടെ എല്ലാ സഭയിലും ഒരു 500 പേരുണ്ടെങ്കിൽ 500 പേരും ഒന്നിച്ചോ, പക്ഷെ എൻ്റെ മൂപ്പന്മാർ തമ്മിൽ ഒന്നിച്ചു നിൽക്കണം. ഞാൻ എൻ്റെ ലീഡർമാരുടെയൊക്കെ പറയും, ഞാൻ എൻ്റെ വലിയ സംഘടനയാണ്, ഞാനിപ്പം അവിടെ ഓഫീസിൽ പോകുന്നില്ല കേട്ടോ. എനിക്ക് സംഘടനയായിട്ട് ഞാൻ സംഘടനയുടെ ഒരു വർക്കറാണെന്നുള്ളതല്ലാതെ യാതൊരു ഔദ്യോഗിക പദവി എനിക്കില്ല. ഞാൻ അവിടെ ലീഡറായിരിക്കുന്ന സമയത്ത് ഞാൻ പറയുമായിരുന്നു, നോക്കിയാൽ നിങ്ങൾ എന്നോട് കൂടെ സഹകരിക്കാൻ വയ്യായെങ്കിൽ ഡു യുവേഴ്സ് സെൽഫ് ഫേവർ, ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് മിനിസ്ട്രി. നിങ്ങൾക്ക് തന്നെ ഗുണം ചെയ്യുക. എന്താണ്? ഭാര്യ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കാനായിട്ട്. വലിയ ചിലപ്പോൾ ഇച്ചിരി അവിടെ ഇരുന്ന് ചാരാനുള്ള ഒരു സൗകര്യം ഉണ്ട്, അതിനുണ്ടാകട്ടെ. നിങ്ങൾ വിചാരിക്കരുത് സ്നേഹം കൊണ്ടൊന്നാണെന്ന് കേട്ടോ. ഒരു ഭാര്യയല്ല അവിടെ സ്നേഹിക്കാൻ, പിന്നെ വേറെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങ് സ്നേഹിച്ചു പോവാണ്. സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം കേട്ടോ. ഹല്ലേലൂയ. എന്നിട്ട് ഒന്നിച്ചു നിൽക്കണം. അപ്പൊ എൻ്റെ ലീഡർമാർക്ക് ഞാൻ പറയും, നിങ്ങൾക്ക് എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ വയ്യായെങ്കിൽ, എന്നോട് ഒരു മനസ്സോടെ നിൽക്കാൻ വയ്യായെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് തന്നെ നന്മ ചെയ്താട്ടെ, വേറെ എവിടെയെങ്കിലും പോയാട്ടെ. ഞാൻ കാര്യമായിട്ട് പറയാം, നിങ്ങളെങ്കിലും പറയാം, നിങ്ങൾ ഇറങ്ങി പോകരുത്, ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോകരുത്, ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് പോകരുത്. ആ PG പറഞ്ഞു ഒന്നിച്ചിരിക്കാൻ വയ്യ അങ്ങ് മാറിപ്പോയേക്കാൻ അല്ല. അതല്ല, നിങ്ങളൊരു പ്രവർത്തിക്കുന്നിടത്ത് പാസ്റ്ററുടെ കൂടെ നിൽക്കണം, സംഘടന ലീഡറുടെ കൂടെ നിൽക്കണം, ഭാര്യ ഭർത്താക്കന്മാരെ ഒന്നിച്ചു നിൽക്കണം, ലീഡേഴ്സ് ഒന്നിച്ചു നിൽക്കണം. എന്നിട്ട് 4 തൊട്ടി വീതം 3 പ്രാവശ്യം വെള്ളം ഒഴിപ്പിച്ചു. 33-ാമത്തെ വാക്യം, 34-ാമത്തെ വാക്യം, 35-ാമത്തെ വാക്യം. 12 തൊട്ടി വെള്ളം ഒഴിച്ചു. 12 ദൈവത്തിൻ്റെ നമ്പരാണ്, അപ്പോസ്തലന്മാരുടെ നമ്പരാണ് 12 തൊട്ടി. എന്തിനാണ് ഒന്നിച്ച് വെള്ളമൊഴിച്ച്? വെള്ളം ശുദ്ധീകരണത്തെ കാണിക്കുന്നു. മേളിൽ തൊട്ട് താഴെ വരെ 4 വശത്തും നിറഞ്ഞു, പരിശുദ്ധാത്മാവിൽ നിറയണം. ഏലിയാവ് പ്രാർത്ഥിച്ചു, തീയിറങ്ങി. ഐക്യതയിലും ശുദ്ധീകരണം നടന്നു കഴിയുമ്പോൾ തീയിറങ്ങും. വായിക്കാൻ പോവാ 38-39 വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 18-38-39. ഉടനെ യഹോവയുടെ തീയിറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. എഴുതിയോ? ഐക്യതയും ശുദ്ധീകരണവും നടന്നു കഴിഞ്ഞപ്പോൾ ഒന്നിച്ചല്ല 12 തൊട്ടി ഒഴിച്ച്, 12 തൊട്ടി വീണ്ടും ഒഴിച്ചാട്ടെ. ശുദ്ധീകരണം കൊണ്ട് മതിയാവരുത്, ശുദ്ധീകരണം കൊണ്ട് തൃപ്തിയാവരുത്. ശുദ്ധീകരണം പിന്നെയും ഒരു ആഗ്രഹം വരണം. ഉടനെ തീയിറങ്ങി. 40-ാമത്തെ വാക്യം. ഏലിയാവ് അവരോട്, ബാലിന്റെ പ്രവാചകന്മാരെ പിടിപ്പീൻ, അവരിൽ ഒരുത്തനും ചാടിപ്പോകരുതെന്ന് പറഞ്ഞു. അവൻ അവരെ പിടിച്ച് ഏലിയാവ് അവരെ താഴെ കീശോൻ തോട്ടിനരികെ കൊണ്ടുചെന്നു അവിടെ വെച്ച് വെട്ടിക്കൊന്നു കളഞ്ഞു. നിങ്ങൾ എൻ്റെ പുസ്തകം വായിച്ചെങ്കിൽ ഇത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ദൈവം അസാധാരണമായ വെളിപ്പാട് എനിക്ക് തന്നിട്ടുണ്ട്, പ്രകാശനം എനിക്ക് തന്നിട്ടുണ്ട്, ഇല്യൂമിനേഷൻ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ ചെന്നു 41-42 വാക്യത്തിനകത്ത് വായിച്ചു. 41-42. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. 12 ഗോത്രങ്ങളും കൂടെ ഒന്നിച്ച് തോബാക്കിയ, ഒന്നിച്ച് മാനസാന്തരപ്പെട്ടു. ഒരു ഉണർവ്, ലോകത്തിലെ ഏറ്റവും വലിയ ഉണർവ്, ഇതുവരെ നടന്നിട്ടില്ലാത്ത ഉണർവ് അവിടെ നടന്നു. ഇട്ടൊന്നും ഉണർവ് നടന്നു. സകലരും, ഇസ്രായേലിലും യഹൂദ്യരും എല്ലാവരും മാനസാന്തരപ്പെട്ടു. ഏറ്റവും വലിയ ഉണർവ്. പോരാ, അവനൊരാഗ്രഹം. ഇതുകൊണ്ട് പോരാ, ഉണർവ് കൊണ്ട് തൃപ്തിപ്പെട്ടില്ല. 80 വർഷത്തിന് ശേഷം 12 ഗോത്രം ഒന്നിച്ച് ആരാധിച്ചു. 80 വർഷത്തിന് ശേഷം. ഹല്ലേലൂയ. എന്താ കാര്യം? ഒന്ന്, ഐക്യത ഉണ്ടാക്കി. ഞാൻ ആഗ്രഹിച്ചു പോവാണ്, നിങ്ങൾക്കും എനിക്കും ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത്. ഞാൻ ഇല്ലെങ്കിലും കൂടെ എപ്പോഴെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ കൈകോർത്ത് പിടിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഐക്യത ഇല്ലെങ്കിലും ഐക്യതയുടെ പ്രകടമായിട്ട്. ഞാൻ പറഞ്ഞില്ല എപ്പോഴും ഐക്യതയാണ്, 365 ദിവസവും രാവിലെയും വൈകിട്ടും ഐക്യതയാണെന്ന് ഞാൻ പറഞ്ഞില്ല. എങ്കിലും ഐക്യതയുടെ പ്രകടനമായിട്ട്. എവിടെ എഴുതിയിരിക്കുന്ന ഐക്യതയോടെ പ്രാർത്ഥിച്ച ദൈവം പ്രാർത്ഥന കേൾക്കുമെന്ന്? ഹല്ലേലൂയ. 18-19 മത്തായി എഴുതിയ സുവിശേഷം 18-19.
നിങ്ങളിൽ ആരെങ്കിലും 2 പേർ ഐക്യതപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം ഇത് കാര്യം. അതുകൊണ്ട് ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പുസ്തകങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മാസികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ സഹായിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രൂപ തരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ രൂപ റേസ് ചെയ്യാൻ ശ്രമിക്കാറില്ല, പക്ഷേ എങ്കിലും രൂപ തരുന്നവരെ ഞങ്ങൾ മറക്കത്തില്ല. ഞങ്ങൾ അവരുടെ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അവന് ഉണർവ് കണ്ടിട്ട് മതിയായില്ല. പോരാ കർത്താവേ, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത മാറണം, അവർ പട്ടിണിയിലാണ്, ദേശത്ത് മഴയില്ല, അതുകൊണ്ട് ഈ വരൾച്ച മാറണം, അന്യദൈവങ്ങൾ പോകണം, ഏകദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ഇന്നും തീയിറങ്ങിയാൽ ഇന്നും നമ്മുടെ ദേശത്ത് ദൈവത്തിന്റെ തീയിറങ്ങാമെങ്കിൽ ബാലിന്റെ യാഗം അവസാനിക്കും. ലീഡർഷിപ്പിലുള്ളവർ യൂണിറ്റിക്ക് വേണ്ടി ശ്രമിക്കണം, ശുദ്ധീകരണത്തിന് വേണ്ടി ശ്രമിക്കണം. വെള്ളവസ്ത്രം ധരിച്ചാൽ മാത്രം പോരാ. പട്ടക്കാരുടെ സ്നേഹത്തോടെ പറയുകയാണ്, കുപ്പായം ഇട്ടാലും മാത്രം പോരാ. കുലുങ്ങിയാലും മാത്രം പോരാ, അന്യഭാഷ പറഞ്ഞാലും പോരാ. ഹല്ലേലൂയ. ഒരു ശുദ്ധീകരണം ഹൃദയത്തിനകത്ത്. ഭാര്യയോട് സംസാരിക്കാറുണ്ടോ? ഭർത്താവിനോട് സംസാരിക്കാറുണ്ടോ? അമ്മായിമ്മയോട് അവരോട് ക്ഷമിച്ചിട്ടുണ്ടോ? ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമിച്ചിട്ടുണ്ടോ? കോപമുണ്ടോ? ഈർഷ്യയുണ്ടോ? പിണക്കമുണ്ടോ? ഹല്ലേലൂയ. 1 ഐക്യത, 2 ശുദ്ധീകരണം, വീണ്ടും ശുദ്ധീകരണം, വീണ്ടും ശുദ്ധീകരണം. അവന് തൃപ്തിയായി. 4 വശത്തും വെള്ളം നിന്നപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, തീയിറങ്ങി, പെട്ടെന്ന് തീയിറങ്ങി. 4-ാമത്തെ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. എല്ലാം വായിക്കാനൊക്കെ പത്രോസ് ജയിലിലാണ്. ആ സമയത്ത് 5-ാമത്തെ വാക്യം വായിക്കാം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ശ്രദ്ധയോടെ സഭ പ്രാർത്ഥിച്ചു. ആർക്ക് വേണ്ടി? ബന്ധുക്കൾ വല്ലതും ആണോ? ഇല്ല. എന്താ പത്രോസുമായിട്ട് ഏതെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. സഭ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്ലീസ് പ്രാർത്ഥിച്ചാട്ടെ. എനിക്ക് ഒത്തിരി പദ്ധതിയുണ്ട്, നിങ്ങൾക്ക് പോലും പറഞ്ഞാൽ പോലും മനസ്സിലാകാത്തതുപോലെ. അതുപോലെ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന് അസാധാരണമായ പ്രവർത്തനമാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഓരോ ആഴ്ചയും 40,000, വെറുതെ പറയുകയല്ല, വെറുതെ എണ്ണം പറയുകയല്ല, ഉപദേശിക്കണക്കല്ലിത്, 40,000 തെരുവിലുള്ള കുഞ്ഞുങ്ങളെ ആഴ്ചയിൽ ഒരിക്കൽ അറ്റൻഡൻസ് രജിസ്റ്ററുണ്ട്. ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല, യഥാർത്ഥ സംഭവം, ആക്ച്വൽ ഫാക്ട്. ഹല്ലേലൂയ. അവരോട് സൽസ്വഭാവത്തെ പറ്റി പറയും. യേശുവിനെ പറ്റി പറയാനൊക്കത്തില്ല. അപ്പുറത്തെല്ലാം ആളുകൾ നോക്കുക, പാർക്കിലൊക്കെയാ കൂടുന്നേ. ഹല്ലേലൂയ. വലിയ പ്രവർത്തനം നടത്തുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാതെ ഇരിക്കരുത് കേട്ടോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവർ സഭയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് വെളിയിൽ വന്നു. ഗേറ്റ് തന്നെത്താനെ തുറന്നു. 1-ാമത്തെ ഗേറ്റ് തുറന്നു, ഇരുമ്പുവാതിൽ തുറന്നു, 2-ാമത്തെ തുറന്നു, 3-ാമത്തെ തുറന്നു. അവൻ വെളിയിൽ വന്നു. നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഞാൻ ഇന്ന് ഈ 83-ാമത്തെ വയസ്സിലും ജീവിച്ചിരിക്കുന്നത്, ഓടി നടക്കുന്നതിൻ്റെ കാരണം, ഞാൻ ഇവിടേക്ക് ഇനിയിപ്പോൾ പോകുന്നു കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. അതിൻ്റെ കാരണം എന്താണ്? നിങ്ങളുടെ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാൻ മറക്കരുത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 120 പേരെ ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കേട്ടാട്ടെ. 1 മുതൽ 3 വരെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവ് വന്നു, തീയിറങ്ങി. എപ്പോഴ്? ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ. താഴെ പറയുന്നുണ്ട്, പത്രോസ് 11 പേരുടെ കൂടെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു മനസ്സ്. നമുക്കൊരു മനസ്സുള്ളവരായി തീരാം. എന്നിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ത്യയോട് കരുണ കാണിക്കണമേ, കർത്താവ് കേരളത്തോട് കരുണ കാണിക്കണമേ, കർത്താവ് ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിനോട്, കർത്താവ് കൂടെ നാശങ്ങൾ വരുന്നല്ലോ, പ്രകൃതിക്ഷോഭം വരുന്നല്ലോ. കർത്താവ് തിരുവല്ലായിക്ക് വന്നോ, റാന്നിക്ക് വന്നോ, ഇതാ വയനാട്ടിന് വന്നിരിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ദേശത്തോട് കരുണ കാണിക്കണമേ. കേരളത്തിലുണ്ടായിരുന്നവർ, കുവൈറ്റിലുണ്ടായിരുന്നവർ ചത്തുപോയി. കർത്താവ് കരുണ കാണിക്കണമേ. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഐക്യതയോടെ പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മറ്റുള്ള സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കുക. IPC-ക്കാരെ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അസംബ്ലീസ് കൂടുകാരെ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മർത്തോമക്കാരെ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യാക്കോബക്കാരെ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പാസ്റ്ററായിരുന്ന സമയത്ത് പത്താംകോട്ടായിരിക്കുന്ന സമയത്ത് അവിടെ കട്ടായി ഒരു വേറെ സഭയിലായിരുന്നു, എൻ്റെ ഒരു സഭയുണ്ടായിരുന്നു. എങ്കിലും അപ്പുറത്തും ഇപ്പുറത്തുള്ള വേണ്ടി ദൂരെയുള്ള സഭക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. പത്താംകോട്ട് വന്നു കഴിഞ്ഞപ്പോൾ 3 സഭകളും ഉണ്ടായിരുന്നു. ഒന്ന് ബ്രദറുകാരുടെ സഭ, കത്തോലിക്കരുടെ സഭ, CNA-ക്കാരുടെ സഭ. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ സംഭവിക്കരുത്. ഐക്യതയോടുകൂടെ വിശുദ്ധിയോടുകൂടെ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ കൃപയുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ഐക്യതയോടെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. സെൽഫ് കോൺഫിഡൻസ് ഒരു അഹങ്കാരമാണോ? അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ കൂട്ടാൻ പറ്റും? ഹല്ലേലൂയ. സെൽഫ് കോൺഫിഡൻസ് അഹങ്കാരമല്ല. സെൽഫ് കോൺഫിഡൻസിൽ നിന്ന് അഹങ്കാരം ഉണ്ടാവാം, പക്ഷെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. എന്താ சொல்றேன்? ഞാനിപ്പം ഉദാഹരണത്തിന് മാർച്ച് 1-ാം തീയതി കന്യാകുമാരിയിൽ നിന്ന് യാത്ര ചെയ്യുകയാണ്. ഞാൻ, ലില്ലി, വേറെ 6 പേരുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് യാത്ര തുടങ്ങുക. അതൊരു സെൽഫ് കോൺഫിഡൻസാണ്. 83-ാമത്തെ വയസ്സിൽ ലഡാക്ക് വരെ പോവാൻ നോക്കും. സെൽഫ് കോൺഫിഡൻസ് അഹങ്കാരമാണോ? ഇല്ല. സെൽഫ് കോൺഫിഡൻസിനേക്കാളും ഗോഡ് കോൺഫിഡൻസ്, ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതായ ഒരു കോൺഫിഡൻസ്, അതുകൊണ്ട് ചെയ്യാം. എന്നിലുള്ള ദൈവത്തിലുള്ള കോൺഫിഡൻസ്, പക്ഷെ അത് അഹങ്കാരമല്ല. സെൽഫ് കോൺഫിഡൻസ് എങ്ങനെയാ കൂടുന്നത്? ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിലുള്ള വിശ്വാസത്തെ പറ്റിയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂടും. അവരിൽ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ, ദൈവദാസന്മാരുടെ ജീവചരിത്രം വായിക്കുമ്പോൾ, ബില്ലി ഗ്രാമിന് ഞാനൊരു പ്രസംഗം കേൾക്കുമ്പോഴാണ്, എവിടെ വെച്ചാൽ 2000 ഏപ്രിൽ മാസത്തിൽ ഞാൻ മലേഷ്യയിലായിരുന്നു. ഞാൻ താമസിക്കുന്ന വീട്ടിലെ സ്ത്രീ 10-12 വയസ്സുള്ള തൊട്ടേ എനിക്കറിയാം. എൻ്റെ സ്വന്തം കുടുംബം പോലാണ്. എന്നൊക്കെ പറഞ്ഞു, ഞങ്ങളെ നാളെ ജോൺ ഹഗ്ഗായി പ്രസംഗിക്കുക, ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, തിങ്കളാഴ്ച എനിക്ക് മീറ്റിങ്ങും ഇല്ല. ഞാൻ അവിടെ ചെന്നു. അദ്ദേഹം പ്രസംഗിക്കാൻ നിന്ന് ഒരു ഫയലും എടുത്തോണ്ടാവുന്നത്, ഫയൽ എടുത്തോണ്ടാവുന്നത്. അദ്ദേഹം ഫയൽ തുറക്കാതെ പറഞ്ഞു, ഇന്നാരും ഇന്ന പോലെ പറഞ്ഞു, ജോൺ എഫ് കെന്നഡി ഇങ്ങനെ പറഞ്ഞു, വാഷിങ്ടൺ ഇങ്ങനെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഈ മനുഷ്യൻ്റെ ഓർമ്മശക്തി. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ഓർമ്മശക്തി തരണം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ, ഡോക്ടർ കെ പി യോഹന്നാൻ ടെലിവിഷനകത്ത് പ്രസംഗിക്കുന്നുണ്ട്, ഡോക്ടർ ദിനകരൻ ടെലിവിഷനകത്ത് പ്രസംഗിക്കുന്നുണ്ട്, എന്നെ സഹായിക്കണം. ഞങ്ങളുടെ അന്ന് രൂപ ഇല്ല. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞുടനെ അന്നത്തെ ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റ് പ്രസിഡന്റ് ആയിരുന്ന ജോയ് തോമസ് പാസ്റ്ററിൻ്റെ ഒക്കെ പറഞ്ഞു, നമുക്ക് ടെലിവിഷനകത്ത് പ്രസംഗിക്കണം. ഞാൻ പ്രസംഗിച്ചു. എന്താ കാര്യം? ഹല്ലേലൂയ. സെൽഫ് കോൺഫിഡൻസ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് പകർത്തിയതാണ്. അതുകൊണ്ട് ജീവചരിത്രങ്ങൾ വായിക്കുക. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്തെ ക്യാരക്ടേഴ്സ്, വേദപുസ്തകത്തിനകത്തെ ആളുകൾ, പുരുഷന്മാർ, സ്ത്രീകൾ, ഹീറോകൾ, അവരുടെ ജീവചരിത്രങ്ങളുടെ പുസ്തകങ്ങൾ കിട്ടിയാൽ വായിക്കുക. അപ്പോൾ നിങ്ങൾക്കും സെൽഫ് കോൺഫിഡൻസ് കൂടും. അത് കൂടും. രണ്ടാമത്തെ ചോദ്യം, can you suggest few courses on theology and places where we can do theology? പഠിക്കുവാനുള്ള കോഴ്സുകൾ എവിടെയാണ്? എങ്ങനെ പോയി പഠിക്കാനാണോ അതോ പോയി പഠിക്കാനാണോ അതോ കറസ്പോണ്ടൻസിൽ കൂടെ പഠിക്കാനാണോ? ഷോർട്ട് കോഴ്സ് ആണോ നോക്കുന്നത് അതോ ഒരു ഡിഗ്രി ആണോ നോക്കുന്നത്? എൻ്റെ അനുജൻ BTHന് 12ാം ക്ലാസ് കഴിഞ്ഞും വെച്ച് ബൈബിൾ കോളേജിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂ എടുത്ത് ഒരു ചോദ്യം, നീ എന്തിനാ ഇവിടെ പഠിക്കാൻ വന്നേ? മറുപടി പറഞ്ഞു, എനിക്കൊരു ഡോക്ടറേറ്റ് വേണമെന്ന്. അങ്ങനെ പറയുന്നവരെ ആരെയും എടുത്തിട്ടില്ല. റവറൻ ജോൺ താന്നിക്കൽ എന്റെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അവൻ്റെ മുഖത്തോട്ട് നോക്കിയോ മനസ്സിലായി, ഇത് അഹങ്കാരത്തിന്റെ ഡോക്ടറേറ്റ് അല്ല അവൻ ചിന്തിക്കുന്നത്. പിന്നെയോ വേദപുസ്തകത്തിനകത്ത് നല്ല ജ്ഞാനം വേണമെന്ന് അവൻ അഡ്മിഷൻ കൊടുത്തു, വേറെ ആർക്കും കൊടുക്കാത്തത്. അപ്പൊ നിങ്ങളുടെ ചോദ്യം എന്തുവാണെന്നുള്ളത് ഇടണേ. അന്നേരം എനിക്ക് അറിയാമെങ്കിൽ ഇന്ന് സഹായിക്കാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച സഹായിക്കാം. ഓൺലൈൻ ഒന്ന് എടുക്കാനോ? ഓൾ പീപ്പിൾസ് ചർച്ച് ബാംഗ്ലൂർ നോക്കിയാട്ടെ വെബ് പേജിനകത്ത്. ഓൾ പീപ്പിൾസ് ചർച്ച് ബാംഗ്ലൂർ. യൂണിയൻ ബൈബിൾ സെമിനാരി പൂനെ. സദേൺ ഏഷ്യ ബൈബിൾ കോളേജ് ബാംഗ്ലൂർ. ഇതൊക്കെ വെബ് പേജിൽ പോയി നോക്കിയാൽ മതി. സദേൺ ഏഷ്യ SABC ബാംഗ്ലൂർ. സൈക്സ് SAICS ആയിരിക്കണം, SAAICS
സൈക്സ് ബാംഗ്ലൂർ. അവർക്കൊക്കെ ഓൺലൈനിൽ ക്ലാസ്സുള്ളൂ. കറസ്പോണ്ടൻസ് കേട്ടോ ചെയ്യണം. നിങ്ങൾ വിചാരിക്കരുത് ഇങ്ങനെ ഞാൻ കൂടി കയറി ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് ക്ലാസ് എടുത്ത് ആരെങ്കിലും ക്ലാസ് എടുക്കുന്ന അതെനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഞങ്ങൾ പറയുന്ന ആൾ പീപ്പിൾസ് ചർച്ച് ബാംഗ്ലൂർ നോക്കിയാട്ടെ. ഹല്ലേലൂയ. കിട്ടിയോ? ആൾ പീപ്പിൾസ്. അടുത്ത ചോദ്യം ഞങ്ങൾ കാണുമെങ്കിൽ പറയാം കേട്ടോ, സമയമുണ്ട്, 7 മിനിറ്റ് ഉണ്ട്. മറ്റേ ആ പുസ്തകത്തിലൂടെ അതിനകത്ത് എടുത്താട്ടെ. ചില ശുശ്രൂഷകരൊക്കെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ചെരുപ്പോ ഷൂസോ ധരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അങ്കിളുടെ അഭിപ്രായം എന്താണ്? ചെരുപ്പിട്ട വിദേശീയരൊക്കെ പ്രസംഗിക്കുന്നത്, അവർ പ്രസംഗിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ നോക്കൂ. വേദപുസ്തകത്തിനകത്ത് ചെരുപ്പൂരാൻ പറഞ്ഞത് പഴയ നിയമത്തില് പറഞ്ഞതിന്റെ അർത്ഥം മരിച്ച മൃഗത്തിന്റെ തോല് പാപത്തെ മാറ്റണം എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ട് ചെരുപ്പിട്ടുകൊണ്ട് പ്രസംഗിക്കുന്നത് പാപമല്ല. ഞാൻ ഇന്ത്യയിലെ പ്രസംഗിക്കാതിരിക്കത്തുള്ളൂ. ഞാൻ അമേരിക്ക ചെന്ന് കഴിയുമ്പോൾ അവരെല്ലാം കൂടെ ചെരുപ്പിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രം ഊരിയാൽ ഒരു വൃത്തികേടാണ്, ശരിയല്ല. അല്ലെങ്കിൽ ഞാൻ അവർക്ക് നേരിട്ട് സംസാരിക്കണം, വിശ്വാസികൾ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് പക്ഷെ ഞാൻ ഇന്ത്യയിൽ എവിടെ പ്രസംഗിച്ചാലും ശരി ചെരുപ്പ് ഊരിയിട്ടിട്ടേ പ്രസംഗിക്കാറുള്ളൂ, ഷൂസ് ഊരിയിട്ടില്ല. പക്ഷെ ഷൂസ് ഊരണമെന്ന് വാക്യമില്ല. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകൊണ്ട് ചെരുപ്പ് ഊരിക്കളക എന്ന് പറയുന്നുണ്ട്. അത് ചെരുപ്പ് തോലിനെ കാണിക്കുന്നു, മരിച്ച മൃഗത്തിന്റെ ഇതിനെ കാണിക്കുന്നു. അതുകൊണ്ട് അത് ഊരിക്കളയുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. മറ്റേ ആൾ പീപ്പിൾസ് ചർച്ച് ആൻഡ് വേൾഡ് ഔട്ട്റീച്ച് ഫോൺ നമ്പർ ആരാന്ന് എഴുതിയെടുക്കണം. 8025452617. 0 കൂടെ ചേർക്കണം. ലാൻഡ് ലൈനാണിത്. 08025452617. എൻ്റെ പേര് വേണമെങ്കിൽ പറഞ്ഞു. ഇമെയിലൂടെ വേണോ? കോണ്ടാക്ട് CONTACT@apcwo.org. ഒന്നുകൂടെ പറയാം, കോണ്ടാക്ട് അറ്റ്. ഓക്കെ, ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചോദിച്ചാട്ടെ. എൻ്റെ പേര് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചുമ്മാ പറഞ്ഞ. വെബ്സൈറ്റും ഉണ്ട്, apcwo.org. apcwo.org. നിങ്ങൾക്ക് വെബ് പേജിലും പോയി നോക്കാം. എൻ്റെ പേര് പറയണമെന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനമൊന്നുമില്ല. പിന്നെ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞെന്നുള്ള ഒരു റെക്കമെൻഡേഷൻ വരും, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. ഫീസ് ഉണ്ടോ അതും എനിക്ക് അറിഞ്ഞൂടാ, ഇല്ലെന്നാണ് എൻ്റെ വിചാരം. നോക്കിയാട്ടെ. ഗോഡ് ബ്ലെസ് യു. അടുത്ത ചോദ്യം. നല്ലതാകട്ടോ, പഠിക്കുന്ന നല്ലതാണ്. ജോലി ചെയ്യുന്നവർക്കൊക്കെ പഠിക്കാൻ ശ്രമിക്കും. ഹല്ലേലൂയ. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ബാംഗ്ലൂരിൽ ഒരു MA ഇതുണ്ട്, വലിയ കട്ടിയാ കേട്ടോ, വലിയ കട്ടിയാണ്. അത് കഴിയുമ്പോൾ MA ഡിഗ്രി കിട്ടും. അതെ. How can ministers operate in miraculous ministry and at the same time live a sinful life? 11:28. റോമൻസ് 11:28 ആണോ 29 ആണോ നോക്കിക്കേ. ദൈവം തൻ്റെ വിളിയെ പറ്റിയും കൃപാവരത്തെ പറ്റിയും അനുദപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കൃപാവരം തന്നു കഴിഞ്ഞാൽ തിരിച്ചെടുക്കത്തില്ലെന്ന്. അപ്പൊ പാപം ചെയ്താലും അതാണ് ശിംശോന്റെ കാണിക്കുന്നത്. 11:28-29. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. ഒരിക്കൽ തന്നു കഴിഞ്ഞു. ഞാൻ വിചാരിക്കും ദൈവം ഇത് ശരിയല്ല, അങ്ങനെ ചെയ്യാതിരുന്ന നന്നായി. അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ എന്നേ പോകേണ്ടതാ. എൻ്റെ പ്രസംഗമൊക്കെ ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ. കുറച്ച് സത്യം പറയാൻ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു കാര്യമായ പാപവും എനിക്ക് കാണാനൊക്കുന്നില്ല. ലില്ലി പറയുന്നത് എനിക്ക് തെറ്റിപ്പോകുന്നു, അത് ഞാനിപ്പോൾ ക്ഷമ ചോദിച്ചു. പ്രസംഗിക്കുന്നതിന് മുമ്പ് ക്ഷമ ചോദിച്ചിട്ടാണ് തുടങ്ങിയത്. വേറൊരാൾ പറഞ്ഞതും മനസ്സിലായില്ല, അദ്ദേഹത്തെ വിളിച്ച് ക്ഷമ ചോദിച്ചു. അല്ലെങ്കിൽ എനിക്ക് തെറ്റൊന്നും ഓർമ്മ വരുന്നില്ല. പക്ഷേ എന്നിലുള്ള കൃപാവരങ്ങൾ നിൽക്കുന്നത് ദൈവം ഇത് തിരിച്ചെടുക്കാത്തതുകൊണ്ടാണ്. അപ്പം എനിക്കും ശരിക്കും മനസ്സിലാകുന്നില്ല, ആഗ്രഹിച്ചു പോകുന്നു. മഹാപാപങ്ങൾ ചെയ്യുന്നവരുടെയൊക്കെ കൃപാവരങ്ങൾ നിന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. പോട്ടെ,
പോട്ടെ, പണ്ട് എൻ്റെ ചെറിയ പാവങ്ങളും ഉണ്ടല്ലോ. ഐ എം എ യങ് മിനിസ്റ്റർ ഓഫ് ഗോഡ് ലിസണിങ് ടു യുവർ മെസ്സേജ്. ക്യാൻ യു ഷെയർ സം അഡ്വൈസ് ടു മീ? ഹല്ലേലൂയ. വലിയ പ്രയാസമാണ്. ഹിന്ദി അറിയാവുന്ന ആളാണെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടെ, ഹിന്ദി അറിയാവുന്ന. ഞങ്ങൾക്കൊരു ഹിന്ദി പ്രോഗ്രാം ഉണ്ട്, അച്ഛാ ചർവാഹ ബനെ, ഒരു നല്ല ഇടയനായിത്തീരുക. അതിനകത്ത് ഞാൻ കുറച്ചൊക്കെ പറയുന്നുണ്ട്. എല്ലാം കൂടെ ചെയ്യാനൊക്കെ, എല്ലാം കൂടെ ഇപ്പം തന്നെ ഒത്തിരി ഉണ്ട് കേട്ടോ. എന്നെ കൊണ്ട് വഹിക്കാൻ ഒക്കുന്നതിൻ്റെ അത്ര മാക്സിമത്തിൽ ചെന്ന് നിൽക്കുക. ഇനി മലയാളത്തിൽ കൂടെ ഒരെണ്ണം തുടങ്ങാനൊക്കത്തില്ല. മലയാളത്തിൽ എൻ്റെ ഡെയിലി ഒരു മെസ്സേജ് ഉണ്ട്, അത് കേൾക്കാമെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഉപദേശങ്ങൾ കിട്ടും. അത്രേ എനിക്കിപ്പോൾ പറയാനൊക്കത്തുള്ളൂ കേട്ടോ. ഹിന്ദിയിലുണ്ട് അച്ഛാ ചർവാഹ ബനെ എന്ന് കേട്ടോ. അതിനകത്ത് കുറേയേറെ ഉപദേശങ്ങൾ പറയാനുണ്ട്. ഇതാ ഒരു ഉപദേശം കേട്ടാട്ട്. അച്ഛാ ചർവാഹ ബനെ. ആർക്കാ ഹിന്ദി അറിയാവുന്നവർ ഇതിനകത്തോട്ട് നിങ്ങളുടെ പേരും സ്ഥലപ്പേരും മാത്രമായി അടിച്ചാൽ മതി. നിങ്ങൾക്ക് ഞങ്ങളുടെ എൻ്റെ ഈ അച്ഛാ ചർവാഹ ബനെ ആഗസ്റ്റ് 15-ാം തീയതി തുടങ്ങിയതാണ്. പുതുതായിട്ട് സുവിശേഷ വേല തുടങ്ങുന്നവർക്ക് കുറച്ച് ഉപദേശങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഒരു ഉപദേശം, ജീവചരിത്രം വായിക്കുക, ധാരാളം ജീവചരിത്രം വായിക്കുക, കിട്ടുന്നതെല്ലാം വായിക്കുക. നോൺ ക്രിസ്ത്യൻസിൻ്റെയും കിട്ടും. എവിടെ കിട്ടും? നിങ്ങളുടെ അടുത്തുള്ള ലൈബ്രറി കിട്ടും. അതും വായിച്ചാട്ട്, അതും വായിച്ചാട്ട്. ക്രിസ്ത്യൻസിൻ്റെ കൂടുതൽ വായിക്കുക. നിങ്ങളുടെ പട്ടക്കാരോട് ചോദിക്കുക, നിങ്ങളുടെ പാസ്റ്റർമാരോടൊക്കെ ചോദിക്കാം. പുസ്തകങ്ങൾ വന്നാട്ട് വായിച്ചിട്ട് തിരിച്ചു കൊടുത്താൽ മതി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഒരു ചോദ്യം കൂടെ ചോദിക്കാം, ഒരു ചോദ്യം കൂടെ ചോദിക്കാം. 1 മിനിറ്റ് ഉണ്ട്. പ്രാർത്ഥനാ വിഷയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവെ പ്രാർത്ഥിക്കുന്നു. ഒരു സഹോദരി എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, കുറച്ച് രൂപയുണ്ട്, കുറച്ച് രൂപ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം പാവപ്പെട്ടവരാണ്. ബാക്കി രൂപ ഉണ്ടെങ്കിൽ വീട് പണി തീരത്തുള്ളൂ. പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും വേറെ ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ എഴുതണമെന്നില്ല, തലയിൽ കൈവച്ചാട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവെ, ആർക്കൊക്കെയാണോ പ്രാർത്ഥനാ വിഷയമുള്ളത് ഈ സഹോദരി അനുഗ്രഹിക്കണമേ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അവരുടെ പ്ലാൻ സാങ്ഷൻ ആയല്ലോ. കർത്താവെ, രൂപ കിട്ടട്ടെ, ബാക്കി ആളുകൾ സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ ആവശ്യം പറയുമ്പോൾ, ആവശ്യം അറിയുമ്പോൾ കർത്താവെ കൊടുത്തവരെ സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ കൃപയുണ്ടാകട്ടെ. ആരൊക്കെയാണോ കർത്താവ് വേദപുസ്തകം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവരെ വേദപുസ്തകം പഠിക്കുവാനുള്ള സൗകര്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരൊക്കെയാണോ നല്ല സുവിശേഷ വേലക്കാരായിട്ട് തിളങ്ങുവാൻ ആഗ്രഹിക്കുന്നത് ജീവചരിത്രങ്ങൾ വായിക്കട്ടെ, എവിടെയെങ്കിലുമൊക്കെ വായിക്കട്ടെ. ലൈബ്രറി പോലും പല ക്രിസ്ത്യാനികളുടെയും കാണും കർത്താവെ. ഹല്ലേലൂയ. ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ഉണ്ട് കർത്താവ്, വേറെ പലരുടെയും ഉണ്ട്. അതൊക്കെ എടുത്ത് വായിക്കട്ടെ കർത്താവ്. മലയാളത്തിൽ വായിക്കട്ടെ, ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ വായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെട്ട കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം അവരെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി തീർക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് ഓർത്ത് സ്തോത്രം. ഞാൻ അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെടുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. അടുത്ത തിങ്കളാഴ്ച വീണ്ടും കാണാം.